നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇവിടെ നിന്നാണ് കേട്ടോ 5 മിനിറ്റ്സ് ക്യാൻഡലിൽ ഈ ഒരു ക്യാൻഡിൽ ഇത് ക്ലോസ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഇൻ്റർമീഡിയറ്റ് ഹൈ, ഓക്കെ, ഈ ഒരു ഹൈനെ കൊണ്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ക്ലോസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്നിട്ട് ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ മേലെ പോയിട്ട് അപ്പോൾ ഈ ഹൈ എടുക്കുന്നുള്ളത് ഈസിയാണ് നമുക്ക്. അപ്പോൾ ഒരു ടാർഗറ്റ് ഇവിടെ വരെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. പക്ഷേ രണ്ടാമത് എടുക്കാൻ പറ്റില്ല. സെയിം ടൈം ഇവിടെ ഇതൊരു IFEG കേട്ടോ. ഇതൊരു FEG ഫോം ചെയ്തു 5 മിനിറ്റ്സ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു FEG ഫോം ചെയ്തു. എന്നിട്ട് ഈ ഒരു ബിയറിഷ് FEGയിലേക്ക് ടാപ്പ് ചെയ്തിട്ട് ഒരു മാനിപ്പുലേഷൻ ക്യാൻഡലിൻ്റെ ഇത്. കാരണം വെച്ചാൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാത്തടത്തോളം ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു എന്താണ് എൻട്രി പോയിൻ്റാണ്. ലൈക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ചെറുതായിട്ടൊന്ന് താഴെ വന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് മേലെ പോവാം. പക്ഷേ സെയിം ടൈം ഇവിടെ നിന്ന് തന്നെ റിവേഴ്സിൽ വന്നു. ഞാൻ ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തു, പക്ഷേ എൻട്രി എടുത്തില്ല കേട്ടോ. പ്ലാൻ ചെയ്തത് ഇവിടെ വരെയാണ്, ഈ ഒരു ഹൈ വരെയാണ്. ഈസിയിൽ ഒരു നമുക്ക് 1:1.3 നോട്ട് ബാഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ ഞാൻ പറയാൻ കാരണം, ബാക്കിയല്ല ഞാൻ റേസ് ചെയ്യാം, ക്ലിയർ ആക്കാമെന്ന്. ഈ ഒരു ഹൈ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഹൈൻ്റെ മേലെ FEG ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിൻ്റാണിത്. അപ്പോൾ ഇതൊരു മാനിപ്പുലേഷനാണ്, ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ലിക്വിഡിറ്റി ഉള്ളത് ഈ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് ഈ ഒരു ലിക്വിഡിറ്റിയാണ്. അറ്റ് സെയിം ടൈം ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയില്ല ഇതുവരെ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരു FEG റെസ്പെക്റ്റ് ചെയ്തു, ഈ ഒരു FEGനെ എടുത്തിട്ട് സ്ട്രോങ് ക്ലോസ് വന്നില്ല. അതായത് ഒന്നാൽ നമുക്ക് ബിയറിഷിങ് എൻഗൾഫിങ് വന്നാൽ ഇവിടെ ക്ലോസ് ആയിരുന്നെങ്കിൽ, ഈ ഒരു ക്ലോസ് ഇവിടെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയതിനെ, ലൈക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാമായിരുന്നു എന്നുള്ളത്. ഈ ഒരു റീടെസ്റ്റിൽ ഈ ഒരു ഹൈ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലോ വരെ വേണ്ട, ഈ ഒരു FEG, ഇവിടെ ഒരു FEG ഉണ്ട്, ഇതുവരെ ലിക്വിഡിറ്റി, ഈസി ലിക്വിഡിറ്റിയാണ്, അട്രാക്റ്റീവ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എടുക്കാൻ അത്ര 1:1.93. ഓക്കെ, അത്ര കോൺഫിഡൻ്റ് അല്ലാത്തത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ അത്ര സ്ട്രോങ് അല്ല. എന്ന് വെച്ചാൽ ഇത് സപ്പോർട്ട് എടുത്തിട്ട് റെസ്പെക്റ്റ് ചെയ്തതാവാം. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഉള്ള ഒരു FEG ആണ്. ഈ FEG ബാലൻസ് ഉള്ളത് ചിലപ്പോൾ ഇനി ഇത് എടുത്തിട്ട്, അതായത് മാർക്കറ്റ് ഈ FEG എടുത്തിട്ട് താഴെ വരാം. ഓക്കെ, ഇങ്ങനെയാവാം. ഓക്കെ, ഫോർ നൗ നമ്മൾ ഈ ഒരു സെറ്റപ്പിലാണ് ഉള്ളത് ഇപ്പോൾ. ഓക്കെ, പക്ഷേ ഈ ഒരു റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് റിസ്ക് എടുക്കാൻ പ്രോബാബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നുള്ളത്. ഈ ഒരു റിസ്ക് എടുക്കാം എന്നുള്ളത് ഒന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു FEG ക്ലോസ് ചെയ്തതിന് ശേഷം ലിക്വിഡിറ്റി ഫോം ചെയ്ത് എന്നിട്ട് രണ്ടാമത് ഇങ്ങനെയും എടുക്കാം. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ വരട്ടെ ആദ്യം. ഓക്കെ, പിന്നെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു FEGനെ കൊണ്ട് മതിയായി, അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡിറ്റി മതിയായി എന്നുണ്ടെങ്കിൽ ഓൾറെഡി താഴെ വന്നതന്നെ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട്. ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നിടത്തോളം, ഈ ഒരു FEG റെസ്പെക്റ്റ് ചെയ്യുന്നിടത്തോളം ഇത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊരു സ്ട്രോങ് ആണെന്നുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് മേലെ, ഇതും എടുത്തിട്ടായിരിക്കാം ഇനി താഴെ പോകുന്നുള്ളത്. ഇപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ചെയ്തു, പക്ഷെ സ്റ്റിൽ ഇനിയിപ്പോൾ മേലെ പോയി ഇങ്ങനെയാവാം. ഓക്കെ, ഇങ്ങനെയാവാം ഇത്.
കാരണം എന്ന് വെച്ചാൽ ഇവിടെ 50% ഡേ ക്യാൻഡിൽ 50% ഇവിടം വരെയാണ് വരുന്നുള്ളത്. പക്ഷേ നമുക്ക് ഇതുവരെ എസ് എൽ വെക്കാൻ പറ്റില്ലല്ലോ. ഇതിന് ശേഷം മാർക്കറ്റ് ഇതിന് ശേഷം എങ്ങനെ പ്രൈസ് ആക്ഷൻ സംഭവിക്കുന്നു ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. പിന്നെ ഞാൻ USD CAD ഇവിടെ ഒരു എൻട്രി എന്നുവെച്ചാൽ നല്ല ലിക്വിഡിറ്റിയാണ്. എല്ലാ ലിക്വിഡിറ്റിയും ഇപ്പോൾ എടുത്തു. ഇനി റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഞാൻ താഴെ എൻട്രി വെച്ചതെന്ന് വെച്ചാൽ ഇതൊരു മാനിപ്പുലേഷൻ ഓർഡർ ബ്ലോക്ക് ആവാം. ഓക്കെ, അതായത് ഇവിടുന്ന് ഇപ്പോൾ ഇത് വന്നു ഇവിടെ ഒറ്റൊരു താഴെ വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകണമെന്നുള്ളതല്ല, ഇവിടുന്ന് ഫ്രാക്റ്റലായിട്ട് മൂവ് ആവാം ചിലപ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ കയറുന്നുണ്ടെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഇത് ലോങ് നോക്കാൻ കാരണം എന്ന് വെച്ചാൽ 30 മിനിറ്റ്സ് നോക്കുക. 30 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തത്. വലിയൊരു FEGയും ഇവിടെ ലീവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തപ്പോൾ എന്തായാലും ഈ ഒരു FEG എടുക്കാണ്ട് ഇനി ലിക്വിഡിറ്റി ഇല്ല, ഫ്യൂവലില്ല പോകാൻ വേണ്ടിയിട്ടുള്ളത്. ആ ഫ്യൂവലില്ലാത്തപ്പോൾ താഴെ വന്ന് ഫ്യൂവൽ എടുത്തിട്ട് പോവാം. ഓക്കെ, സെയിം ടൈം ഈ ഒരു ഇനി എനിക്ക് ബുള്ളിഷ് നോക്കാനുള്ള കാരണം, അതായത് ഈ ഒരു ഹൈ ഇപ്പോൾ ഈ ഒരു ഇത്രയും ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു വരാമല്ലോ. ഇനിയിപ്പോൾ ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആവാം, എന്നിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയതിനു ശേഷം ഇത് മാർക്കറ്റ് ബെയറിഷ് ഫോമിലേക്ക് വന്നതാവിക്കൂടെ. പക്ഷേ എനിക്കത് കോൺഫിഡൻ്റ് എന്ന് വെച്ചാൽ, എനിക്കുള്ള ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, പക്ഷേ ഇമ്മീഡിയറ്റ്ലി താഴെ വന്നു. ഓക്കെ, ഒരു സ്വീപ്പ് ചെയ്ത് താഴെ വന്നു. സ്വീപ്പ് ചെയ്ത് താഴെ വന്നിട്ട് ഈ ഒരു ബിയറിഷ് സെറ്റപ്പ് അത്രയും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യട്ടിന് ഇതിനെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ആവുന്നുള്ളത് എന്ന് വെച്ചാൽ, ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ന് വെച്ചാൽ ഒരു ലിക്വിഡിറ്റി ബേസ് ഉണ്ടാക്കിയതിന് ശേഷം എല്ലാ ലിക്വിഡിറ്റി എടുത്തിട്ട് സ്ട്രോങ് ആയിട്ട് ആ ഒരു അപ്പ് മൂവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് താഴെ വന്നാൽ എൻ്റെ SL ഹിറ്റായി, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ഹിഡൻ FEG ഓൾവേസ് വർക്ക്സ് വെൽ. ചിലപ്പോൾ ഇത് ഇവിടുന്നും ആവാം, പക്ഷെ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഒരു ഹൈ സ്ട്രോങ് ആയിരുന്നാൽ എത്രയും ഈസിലി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോ അത്രയും സ്ട്രോങ് ആയിട്ട് ബേസ് ആയിട്ട് നിൽക്കുന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സ്വീപ്പ് ചെയ്തതിന് ശേഷം ലോ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ആവുന്നുള്ളത്. അതായത് അത്രയും എളുപ്പത്തിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോകാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഈ ഒരു ഹൈ ഇൻ്റർമീഡിയറ്റ് എവിടെയും എന്ന് പറയാൽ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിൽ സി. ഓക്കെ, ചാൻസസ് ആർ ദയർ. ഓക്കെ, കുറേ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശരി, ഇതൊരു ഓർഡർ ഫ്ലോ ഈ ഒരു ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് സ്വീപ്പ് ചെയ്തു. പക്ഷേ ഈ സ്വീപ്പ് ചെയ്തതിനു ശേഷം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല സ്ട്രോങ് ആയിട്ട്. അപ്പോൾ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് വീണ്ടും ആണ് താഴെ വരുന്നുള്ളത് മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഈ ഒരു ലോ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഇത് ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ചിലപ്പോൾ ചാൻസ് ഉള്ളത്
എസ്സിലടിക്കും എൻ്റെ മിക്കവാറും ഇവിടെ നിന്നായിരിക്കും റിവേഴ്സലാവുന്നുള്ളത്. നമുക്ക് നോക്കാം. എനിവേ നമുക്ക് ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻട്രി കിട്ടിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 1:1 ഞാൻ മിക്കവാറും 1:1.3 റൗണ്ട് ഹിയർ ഓർ ഹിയർ വി ഹാവ് ടു എക്സിറ്റ്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ഓക്കെ, 1:1 തന്നെ ഏകദേശം. നോക്കാം എന്താണെന്നുള്ളത്, എങ്ങനെയാണ് ഇവിടുന്ന് ഒരു പെട്ടെന്ന് ഒറ്റ അടിക്ക് താഴ്ക്കൊന്നും വരില്ല ഇവിടുന്ന്. ഈ ഒരു ഓർഡർ ഫ്ലോ സ്ട്രോങ് ആണ്. ഓർഡർ ഫ്ലോ ഓക്കെ. നമുക്ക് ഇതുവരെയെങ്കിലും ചാൻസ് ഉണ്ട്. നോക്കാം. ഓക്കെ. Yeah. As anticipated, മാർക്കറ്റ് ഇത് റെസ്പോണ്ട് ചെയ്തു. ഈ ഒരു എഫിജിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നല്ല സ്ട്രോങ് അപ്പ് മൂവ് വന്നു. ഇനി ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എനി ടൈം. അപ്പോൾ ആ റിവേഴ്സലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ എൻട്രി ഒന്നും എടുത്തില്ല അവിടെ, ജസ്റ്റ് ഒന്ന് ഞാൻ ട്രൈ ചെയ്തത് മാത്രം, ലൈക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത്. റെക്കമെൻഡും ചെയ്തില്ല എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. വിളിച്ച് എന്നുവെച്ചാൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻട്രി എടുത്തേനെ ഷോർട്ടിന്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് അല്ല. ഇനിയിപ്പോൾ ഈ ഒരു ബാലൻസുള്ള FEGയിലേക്ക് ടാപ്പ് ചെയ്തു. ഇനി ഇവിടുത്തെ റിയാക്ഷൻ എന്തെന്നുള്ളത് നമുക്ക് നോക്കാം.